നിങ്ങൾക്കറിയാമോ, എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ചില ട്രാക്കിങ്ങുകളും ഒളിഞ്ഞ കേൾവിയും നടക്കാറുണ്ട്. ഇത് പ്രധാനമായും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾ വഴിയാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് യൂട്യൂബ് നിങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വീഡിയോകൾ ശുപാർശ ചെയ്യാൻ മൈക്രോഫോൺ ഉപയോഗിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകൾ ഇതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തെ ഭൂരിഭാഗം സോഷ്യൽ മീഡിയ ആപ്പുകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലുമുള്ള ചില പ്രധാന പ്രൈവസി സെറ്റിംഗ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാംസങ്, പിക്സൽ, LG, മോട്ടറോള, ഹോണർ തുടങ്ങി എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഇത് ലഭ്യമാണ്. ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ നിങ്ങളുടെ പ്രൈവസി കൂടുതൽ സെക്യൂർ ആക്കാം. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് തുറക്കുക. ശേഷം കുറച്ച് താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാം. ചില ഫോണുകളിൽ പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റി, പെർമിഷൻ മാനേജർ, പ്രൈവസി പ്രൊട്ടക്ഷൻ എന്ന പേരിലായിരിക്കും. നിങ്ങൾ അതിനകത്തേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ പെർമിഷൻ മാനേജർ എന്ന ഓപ്ഷൻ കാണും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ക്യാമറ, മൈക്രോഫോൺ, ലൊക്കേഷൻ, കോണ്ടാക്ട്സ്, SMS, നിയർ ബൈ ഡിവൈസ് ഇങ്ങനെ എല്ലാ പെർമിഷനും കാണാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കാരണം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്സ് പലതും ആവശ്യത്തേക്കാൾ കൂടുതൽ പെർമിഷൻ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യം ലൊക്കേഷൻ നോക്കാം. ഈ പെർമിഷൻ ഉള്ള ആപ്പുകൾക്ക് നിങ്ങൾ ഏത് സ്ഥലത്താണ്, ഏത് നഗരത്തിലാണ്, എവിടെയൊക്കെ പോകുന്നു എന്ന വിവരങ്ങൾ അറിയാൻ കഴിയും. നിങ്ങൾ ഇവിടെയുള്ള ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആക്സസ് ഉള്ള എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്ന് ഓരോന്നായി നിങ്ങൾ പരിശോധിക്കുക. ഉദാഹരണത്തിന് ടെലിഗ്രാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഷോപ്പിംഗ് ആപ്പ്, ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ഇവയ്ക്ക് ലൊക്കേഷൻ്റെ ആവശ്യമില്ല. മാപ്സ് പോലുള്ള ആപ്പിന് മാത്രമാണ് ലൊക്കേഷൻ ആവശ്യമായി വരുന്നത്. ഉദാഹരണത്തിന് ഗൂഗിൾ മാപ്സ്, യൂബർ, റാപ്പിഡോ, ഓല ഇവ ഉപയോഗിക്കുന്നവർക്ക് പെർമിഷൻ ആവശ്യമായി വരാം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ ആപ്പുകളും നിങ്ങൾ ഡോണ്ട് അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഇതിലെ എല്ലാ ആപ്പിനും ഡോണ്ട് അലോ കൊടുത്താൽ ഒരു കുഴപ്പവുമില്ല. കാരണം ഒരു ആപ്പിന് ലൊക്കേഷൻ ആവശ്യമായാൽ അത് വീണ്ടും പെർമിഷൻ ചോദിക്കും. ആ സമയം നിങ്ങൾ അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അലോ ഓൾ ദി ടൈം നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയ ഭാഗമാണ്, മൈക്രോഫോൺ പെർമിഷൻ. ഇവിടെ ആക്സസ് ഉള്ള ആപ്സ് എല്ലാം നിങ്ങളുടെ മൈക്രോഫോൺ ഉപയോഗിക്കാൻ കഴിയും. ക്യാമറ ആപ്സിന് മൈക്രോഫോൺ ആക്സസ് ഉണ്ടാകുന്നത് നോർമലാണ്. കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യണം. പക്ഷേ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകൾക്ക് എന്തിനാണ് മൈക്രോഫോൺ പെർമിഷൻ? നിങ്ങൾ റീൽസ് കാണാൻ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൈക്രോഫോൺ നിങ്ങൾ ഓഫ് ചെയ്തു വെക്കുക. പലർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാം. നിങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യം പുതിയ ഫോൺ വാങ്ങണം അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങണം എന്ന് സംസാരിച്ചാൽ അടുത്ത ദിവസം അതിൻ്റെ ആഡ്സ് വരും. ഇത് യാദൃശ്ചികമാണോ, ട്രാക്കിംഗ് ആണോ എന്ന് പലരും ഡിബേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് അൺനെസസറി മൈക്രോഫോൺ പെർമിഷൻ ഓഫ് ചെയ്യുന്നത് പ്രൈവസിക്ക് നല്ലതാണ്. നിങ്ങൾ വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഗൂഗിൾ ക്രോം, ഗൂഗിൾ കീബോർഡ്, ഗൂഗിൾ ആപ്പ് ഇവയുടെ മൈക്രോഫോൺ ആക്സസ് ഓഫ് ചെയ്യാം. ഇനി അടുത്തതായി നമുക്ക് ക്യാമറ പെർമിഷൻ ചെക്ക് ചെയ്യാം. അതിനായി മുകളിൽ കാണുന്ന ക്യാമറ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ എല്ലാ ആപ്പുകൾക്കും ഡോണ്ട് അലോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും ആപ്പുകൾ ക്യാമറ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ നിങ്ങളോട് ചോദിക്കും. ആ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ കൊടുത്താൽ മതിയാകും. ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകൾക്ക് ക്യാമറ ആക്സസ് ആവശ്യമില്ലെങ്കിൽ അതുകൂടി നിങ്ങൾ ഓഫ് ചെയ്യുക. പല ആപ്സും ബാക്ക്ഗ്രൗണ്ടിൽ പെർമിഷൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കാത്ത ആപ്സിൻ്റെ ക്യാമറ ആക്സസ് റിമൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് നെക്സ്റ്റ് പെർമിഷൻ നോക്കാം, കോണ്ടാക്ട്സ്. ഇത് വളരെ സെൻസിറ്റീവ് ആണ്. കാരണം കോണ്ടാക്റ്റ് ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എല്ലാം ആപ്പിന് ലഭിക്കും. ഇതിൽ നിന്ന് കോണ്ടാക്റ്റ് പെർമിഷൻ ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ തിരഞ്ഞെടുത്ത് ഡോണ്ട് അലോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു വാൾപേപ്പർ ആപ്പിന് കോണ്ടാക്റ്റ് ആക്സസിൻ്റെ ആവശ്യമില്ല. ഒരു ടോർച്ച് ആപ്പിന് SMS ആക്സസിൻ്റെ ആവശ്യമില്ല. അതിനാൽ ആവശ്യമില്ലാത്ത പെർമിഷനുള്ള ആപ്പുകളൊക്കെ നിങ്ങൾ ഡോണ്ട് അലോ നൽകുന്നത് സേഫ് ആണ്.
ഇനി ഞാൻ പലർക്കും അറിയാത്ത ഒരു സെറ്റിംഗ്സ് കാണിക്കാം. നിയർ ബൈ ഡിവൈസ്. ഈ പെർമിഷൻ ഓൺ ആണെങ്കിൽ ആപ്പുകൾക്ക് സമീപമുള്ള ബ്ലൂടൂത്ത് ഡിവൈസ് കണ്ടെത്താം, കണക്ട് ചെയ്യാം, റിലേറ്റീവ് ലൊക്കേഷൻ മനസ്സിലാക്കാം എന്നിവ ചെയ്യാൻ കഴിയും. സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഇയർബഡ്സ് ഉപയോഗിക്കുന്ന ആപ്പുകൾ ഒഴികെ മറ്റെല്ലാ ആപ്പുകൾക്കും നിങ്ങൾ ഡോണ്ട് അലോ സെലക്ട് ചെയ്യുക. ഇനി കുറച്ച് ഫൈനൽ ടിപ്സ് കൂടി ഞാൻ പറയാം. ഉപയോഗിക്കാത്ത ആപ്പ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺനോൺ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പെർമിഷൻ റെഗുലർ ആയി ചെക്ക് ചെയ്യുക. പഴയ ആപ്സ് റിമൂവ് ചെയ്യുക. ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ സെറ്റിംഗ്സ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈവസി കൂടുതൽ സെക്യൂർ ആക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫോണിൽ എത്ര ആപ്സിൻ്റെ പെർമിഷൻ ഓഫ് ചെയ്തു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.